അരുൺ, നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ് ഇന്ന് KC ഇപ്പോൾ ചോദിച്ചത്. എന്തുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല? ഒരു മന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആത്മവിശ്വാസമില്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDF എത്രത്തോളം ഭയപ്പാടിലാണ് എന്നതിന് മറ്റൊരു ഉദാഹരണം വേണോ എന്നുകൂടിയാണ് KC ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് സുധീറിനെ, കരമന സുധീറിനെ, അതും സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹം ഇടതുപക്ഷ പാരമ്പര്യമുള്ള ആളാണ്, അതിലൊന്നും തർക്കമില്ല എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് സുധീറിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നതിലേക്ക് സാഹചര്യം എത്തുന്നത്? കരമന സുധീർ ആണ് LDFന്റെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സര രംഗത്തേക്ക് വരാൻ പോകുന്നത്. NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഔദ്യോഗികമായി ഇപ്പോഴും നടക്കാൻ പോകുന്നതേയുള്ളൂ. എന്തായാലും തിരുവനന്തപുരത്തിന്റെ ഒരു മത്സര ചിത്രം അവിടെ വ്യക്തമാണ് എന്നതിൽ തർക്കമില്ല. പ്രധാനപ്പെട്ട പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി മാറുന്നു തിരുവനന്തപുരം. പ്രത്യേകിച്ച് CP ജോണിനെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അരുൺ, തുടരാം. അഭിലാഷ്, നേരത്തെ ആന്റണിരാജു നൽകിയ സീറ്റാണ്, അതുകൊണ്ട് തന്നെ ഒരു ഘടകകക്ഷിയുടെ സീറ്റ് തവണ എടുക്കില്ല എന്ന CPM നിലപാടെടുത്തിരുന്നു. അതുകൊണ്ടാണ് ആന്റണിരാജുവിന് മത്സരിക്കാൻ കഴിയാത്തപ്പോഴും ഒരു ഉചിതമായ സ്ഥാനാർത്ഥി നിർദ്ദേശിക്കാൻ CPM നേതൃത്വം ആന്റണിരാജുവിന് ആവശ്യപ്പെട്ടത്. പക്ഷേ ആന്റണിരാജു മുന്നോട്ട് പേരൊന്നും CPMന് ഉൾക്കൊള്ളാവുന്നതായിരുന്നില്ല. വിജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥികളായിരുന്നു. പിന്നീട് ആന്റണിരാജു നിരന്തരം CPM നേതാക്കളുടെ ഫോൺ പോലും എടുക്കാത്തൊരു സാഹചര്യവും ഉണ്ടായി. അദ്ദേഹം CPM തീരുമാനമെടുക്കുമ്പോൾ അതിനോട് യോജിക്കാത്ത നിലപാടെടുത്തു. തുടർന്നാണ് CPMന്റെ മുൻകൈയിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നത്. അത് ഇടത് സ്വതന്ത്രനായി, CPM സ്വതന്ത്രനല്ല, പക്ഷെ ഇടത് സ്വതന്ത്രനായാണ് സുധീർ കരമന വരുന്നത്. സുധീർ കരമന 10 കൂടി AKG സെന്ററിൽ എത്തുന്നുണ്ട്. നേതാക്കളുമായി കാണുന്നത് തൊട്ട് പിന്നാലെ പ്രഖ്യാപനമുണ്ടാകും. അത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി, കാരണം തിരുവനന്തപുരം സ്വദേശിയാണ്, കരമനയിൽ നിന്നുള്ള ആളാണ്, ദീർഘനാളായി തിരുവനന്തപുരവുമായി ബന്ധമുള്ളയാളാണ്. അത്തരമൊരു പൊതു സ്വതന്ത്രൻ വരുമ്പോൾ അവിടെ പാർട്ടി അനുകൂലമല്ലാത്ത വോട്ടുകൾ പോലും ശേഖരിക്കാൻ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് CPMനുള്ളത്. അതുകൊണ്ടാണ് അവിടെ സുധീർ കരമനയിലേക്ക് പോകുന്നത്. നമുക്കറിയാം 5 സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു. എല്ലാം ഇന്നുണ്ടാകുമെന്നാണ് പറയുന്നത്. താനൂരിൽ KC വേണുഗോപാലൊക്കെ ചോദിക്കും പോലെ സിറ്റിംഗ് MLA മന്ത്രി തന്നെ അവിടെ മത്സരിക്കാതെ മാറി നിന്നു. പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷവും അവിടെ മത്സരിക്കാൻ തയ്യാറായി മാറി നിന്നു. അത് തിരിച്ചടിയായി തന്നെയാണ് CPM കാണുന്നത്. ഇപ്പോൾ തിരൂരിലേക്ക് അബ്ദുറഹ്മാൻ മാറിയിട്ടുണ്ട്. അവിടെ അബ്ദുറഹ്മാന് പകരം താനൂർ ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട്. വള്ളിക്കുന്നിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്തും. വളരെ സജീവമായ ചർച്ചകൾ അവിടെ നടക്കുകയാണ്. അങ്ങനെ കാസർഗോഡ് INന്റെ സീറ്റാണ്. അവിടെയും ഒരു പൊതു സ്വതന്ത്രനെ കണ്ടെത്താനാണ്. അവിടെ പക്ഷേ CPMനൊപ്പം നിൽക്കുന്ന ഷാനവാസ് മാധൂറിനെ CPM മത്സരിപ്പിച്ചേക്കാം, സ്വതന്ത്ര ലേബലിൽ മത്സരിപ്പിച്ചേക്കാം. അങ്ങനെ മുഴുവൻ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്നലെ രാത്രിയും ഇന്നുമൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ട്. അവരുടെ പ്രകടന പത്രികയുടെ യോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കാം. ഈ CPM ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും എന്തുകൊണ്ട് ഇടതുകൊണ്ട് മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകി എന്ന പ്രതിപക്ഷ ചോദ്യം CPMന് ഇടതുമുന്നേ അലട്ടുന്നുണ്ടോ എന്ന് വ്യക്തമാണ്. കോൺഗ്രസിൽ വലിയ തർക്കങ്ങളുണ്ടായെങ്കിലും അവർ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുമുന്നണി ആദ്യം ഒരു മേൽക്കൈ നേടിയെങ്കിലും ഈ മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകാത്തത് ഒരു തിരിച്ചടിയായി തന്നെ നേതൃത്വം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ സ്ഥാനാർത്ഥികളെ മുഴുവൻ ഇന്ന് തന്നെ ഒരു പക്ഷേ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന സൂചനകളാണ് AKG സെന്ററിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അതാണ്, അതായത് നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തന്നെ ഒരു പക്ഷേ അന്തിമമായൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഒരു മത്സര ചിത്രം ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം BJP ഒഫീഷ്യലി സാധാരണ കേന്ദ്രത്തിൽ നിന്നാണ് BJPയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും കരമന ജയനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. V സുരേന്ദ്രൻപിള്ള ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി എത്തിയേക്കാം. അതായത് LDF വിട്ട RJDയുടെ നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള V സുരേന്ദ്രൻപിള്ള ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു. പക്ഷേ മണ്ഡലത്തിലെ അനുഭവ സമ്പത്ത് അടക്കം പരിഗണിച്ചുകൊണ്ട് സുരേന്ദ്രൻപിള്ളയ്ക്ക് പകരം കരമന ജയൻ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന തീരുമാനത്തിലേക്ക് തിരുവനന്തപുരത്തെ NDAയും അതായത് BJPയും എത്തിപ്പെടുമ്പോൾ ഇപ്പോൾ മത്സര ചിത്രം വ്യക്തമാവുകയാണ്. ഇടതുപക്ഷത്തിനു വേണ്ടി കരമന സുധീർ, കോൺഗ്രസ് അല്ലെങ്കിൽ UDFന് വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് CP ജോൺ ആണ്, CMPയുടെ നേതാവ്. ഒപ്പം ഇതാ NDAയുടെ സ്ഥാനാർത്ഥിയായി കരമന ജയനും. അങ്ങനെ 3 പേർ അതിശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് തിരുവനന്തപുരം എത്തുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇപ്പോൾ നവമി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.